എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്നെ ഉപദ്രവിക്കുവാണെങ്കിൽ, കല്യാണം കഴിച്ചുകൊണ്ടുപോയി ചെക്കൻ ഉപദ്രവിക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കളരി പഠിച്ചിട്ട് പോകണം. അടിക്കാൻ വന്നാൽ തിരിച്ച് അതേപോലെ കൊടുക്കണം. അതാണ് നിയമത്തിന്റെ വഴിയിൽ നിയമം നടക്കണം. അതെ, സഹിച്ചവിടെ ഇരിക്കാൻ പാടില്ല. ഇപ്പൊ മീഡിയങ്ങളിൽ പക്ഷെ ഞാനൊന്നും ചെയ്യൂല. അതൊക്കെ അങ്ങനെ ചെയ്യുന്നതൊക്കെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പാവല്ലേ പാവം. നമ്മളെന്തിനാ അവരെ വെറുതെ എപ്പോഴും പാവം പാവം പറഞ്ഞ് നടന്നാൽ ലാസ്റ്റ് നമ്മൾ ചാവുന്നവരെ പേദം 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 പറഞ്ഞാൽ നടക്കേണ്ടി വരും. ഇവിടെ ബ്ലാക്ക് സർക്കിളൊക്കെ വരും. അതെങ്ങനെ? അത് അടിച്ചടിച്ച് കഴിക്കും നമ്മളിവിടെയൊക്കെ. ഇവിടെ പുറത്തിട്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ ജസ്റ്റ് മോർണിംഗ് വ്യൂ, ആ രാവിലത്തെ കാഴ്ച എന്താണ്, ഈ മഞ്ഞൊക്കെ കാണുന്നത് നിങ്ങൾക്കും കൂടെ ഇതൊന്ന് കാണിച്ചു തരണം എന്ന് തോന്നി. അങ്ങനെ നമ്മൾ നേരെ ബ്രഷും എടുത്ത് പല്ല് തേക്കാൻ. അന്നേരം ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഈ ഒരു വ്യൂ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു 7 മണി ടൈം അങ്ങനെ ആയിരിക്കും. എന്നാലല്ല, ഇത് വന്നിട്ട് സമയം 9:30 കഴിഞ്ഞു, 10 മണി ആവാറായി. എന്നിട്ടും നമ്മുടെ ഇവിടെ നല്ല മഞ്ഞാണ് ഗൈസ്. നിങ്ങളുടെ അങ്ങോട്ടൊക്കെ എങ്ങനെയാ, മഞ്ഞുണ്ടോ? ഒരു 6 മണി ടൈമിലൊക്കെ മഞ്ഞുണ്ടാവുമായിരിക്കൂലേ? ചില സമയം നമ്മുടെ ഇത്തരം ഒരു ക്ലൈമറ്റൊക്കെ തന്നെ നമ്മുടെ മൈൻഡ് ഒരു കാമാക്കുന്ന രീതിയിലായിരിക്കും അല്ലേ? മഴ പെയ്യുമ്പോഴും മഞ്ഞ് കാലം ആവുമ്പോഴും. എന്താടാ നോക്കുന്നേ? നീ കാട്ടാക്കട എവിടെയുള്ള? ഇതൊക്കെ നമ്മുടെ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കണ പ്രകൃതി രമണീയമായ അന്തരീക്ഷമാണ് ഗൈസ്. നമ്മൾ പല്ല് തേക്കാൻ വേണ്ടി പുഴയിലേക്കാണ് പോകുന്നത്. എന്നെയും കൂട്ടി പുഴയിലേക്കാണോ ഒന്ന്? ഞങ്ങൾ ശരിക്കും പുഴയിലേക്ക് പോകണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ അതിലിങ്ങനെ നടന്നപ്പോൾ ഒന്ന് പുഴയിലിറങ്ങി മുഖം കഴുകിയിട്ട് പോവാന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പല്ല് തേച്ച് പുഴയിലെത്തി. അവള് പാലത്തിന്റെ മേലോട്ട് ഇങ്ങനെ നോക്കുവാണ് ആരെങ്കിലും ഉണ്ടോന്ന്. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പം 9:30 കഴിഞ്ഞ് 10 മണി ആവാറായെങ്കിൽ കൂടി സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ കാണാനൊന്നുമില്ല. എന്താ പറയാ ഗൈസ്, ഒരു പ്രത്യേക വൈബാണ്. ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിലൊക്കെ നിങ്ങൾ വരണമായിരുന്നു. ഇതിൽ കൂടുതൽ മഞ്ഞ്, ഇപ്പോഴും മഞ്ഞ് തന്നെയാണ്. അന്നൊക്കെ അതിലും നന്നായിട്ട് മഞ്ഞുണ്ടായിരുന്നു. നിങ്ങളൊക്കെ വയനാട് വന്നവരാണോ? ഞങ്ങൾ വയനാടാണ് കേട്ടോ, അത് പറയാൻ മറന്നു. എന്താ എടുക്കണ്ടേ? എന്ത് അത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്ലോ മോഷനിലാക്കണം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ റീൽസ് എടുക്കാൻ വേണ്ടി കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തു. അതിന് വേണ്ടിയിട്ടുള്ള പ്രസനമാണ് ഈ കാണുന്നത്. വെള്ളം നോക്കി എന്ത് നല്ല തെളിമയുള്ള. ഞങ്ങളുടെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞു. മഞ്ഞ് ചെറുതായിട്ട് കുറഞ്ഞു വരുന്നത് കണ്ടോ? അതാ പശുവിനൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് എല്ലാവരും കൊണ്ടുവന്നിട്ട്. മുതലൊക്കെ വരുന്ന പുഴയാണേ. ഞാനിത് സാഹസികമായ ആ കയറ്റം കയറി വന്നു. അങ്ങനെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗൈസ്. വയലിലൂടെ വാഴയിലൂടെ അങ്ങനെ. അത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്ലോ മോഷനിലാക്കണം. റെഡ് ഫ്ലാഗും അല്ല, ഗ്രീൻ ഫ്ലാഗും അല്ല, ഞാൻ വൈറ്റ് ഫ്ലാഗാണ്. എനിക്ക് ആരോട് സംസാരിക്കണ്ട, എന്നോട് ആരും സംസാരിക്കണ്ട. ഞാൻ ഇൻവെർട്ടറാണ്. ഓക്കെ, ബൈ.